ഹായ്, നമ്മുടെ എസ് എസ് സിയുടെ CGL എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വരാൻ പോവാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ പ്രിപ്പറേഷനെ കുറിച്ചൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ 6 മാസം 8 മാസം മുമ്പ് തൊട്ടേ നമ്മൾ പറയുന്നുണ്ടായിരുന്നു. ഫൈനലി നമ്മുടെ ആ ഒരു നോട്ടിഫിക്കേഷൻ നമ്മുടെ ഈ ഒരു മാസം നമ്മുടെ ഇപ്പോൾ ഈ മാർച്ച് മന്തിൽ നമുക്ക് നോട്ടിഫിക്കേഷൻ വരും നമ്മുടെ എസ് എസ് സിയുടെ കലണ്ടർ അനുസരിച്ച്. നമ്മൾ ഈ സെഷൻ്റെ അകത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആ എസ് എസ് സിയുടെ CGL എക്സാമിൻ്റെ ഒരു സിലബസിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ദാറ്റ് ഇപ്പം കോളേജൊക്കെ കഴിഞ്ഞ് ഇറങ്ങുന്നവർ നിങ്ങൾക്ക് ആ ഒരു എസ് എസ് സി CGL എക്സാംസിന് വേണ്ടി ഇപ്പോൾ ഉടനെ വരാൻ പോകുന്ന എസ് എസ് സി CGL എക്സാമിന് വേണ്ടിയല്ല, ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന അടുത്ത വർഷം വരാൻ പോകുന്ന എസ് എസ് സിയുടെ CGL എക്സാംസിനെ കുറിച്ചുള്ള സിലബസ് ഒക്കെ ഇപ്പോഴേ കണ്ട് മനസ്സിലാക്കി നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്തു തുടങ്ങാം. അതേപോലെ തന്നെ ഇപ്പം ഈ വർഷത്തെ എക്സാംസ് ഒന്ന് എഴുതി നോക്കാമെന്ന് പ്ലാൻ ചെയ്യുന്നവർ ഒരിക്കലും ഈ വർഷത്തെ CGLന്റെ എക്സാം നമ്മുടെ ഈ മെയിൽ നടക്കാൻ പോകുന്നത്. സോ 2 മാസം കൊണ്ട് ഒരിക്കലും നമുക്ക് അതിൻ്റെ സിലബസ് ആയി കവർ ചെയ്ത എക്സാം ഏറ്റവും നല്ലപോലെ ഒന്ന് എഴുതാനൊന്നും നമുക്ക് പറ്റത്തില്ല. നമ്മളതിനെ ശരിക്കും അതിൻ്റെ കറക്റ്റ് ഫാക്ട് പറയുകയാണെങ്കിൽ നമുക്ക് എന്തായാലും അതിൻ്റെ സിലബസ് കവർ ചെയ്യാൻ തന്നെ 4 തൊട്ട് 5 മാസം നമുക്ക് വേണം. 4 മാസം എത്ര നല്ലപോലെ പ്രിപ്പയർ ചെയ്യുന്ന ഒരാളാണെങ്കിലും ഒരു 4 മാസം വേണം നമുക്ക് അതിൻ്റെ സിലബസ് ഏറ്റവും നല്ലപോലെ ഒന്ന് കവർ ചെയ്ത് തീർക്കണമെങ്കിൽ തന്നെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അതിനനുസരിച്ച് ഒരു നല്ല പ്രാക്ടീസ് ഉണ്ടെങ്കിൽ CGL എക്സാംസ് ഒക്കെ നല്ലപോലെ എഴുതാൻ പറ്റത്തുള്ളൂ. സോ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ CGL എക്സാംസിൻ്റെ ഒരു സിലബസ് ഒക്കെ എന്താണെന്ന് നേരത്തെ മനസ്സിലാക്കി പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുക. ഏറ്റവും നല്ല പോസ്റ്റ് നമ്മുടെ CBI, NIA, ഇൻകം ടാക്സ് എന്നൊക്കെ പറയുന്ന പോലത്തെ യൂണിഫോമും നോൺ യൂണിഫോം അല്ലാത്ത അടക്കമുള്ള ഒരുപാട് ഏറ്റവും നല്ല പോസ്റ്റിലാണ് നമ്മുടെ എസ് എസ് സിയുടെ CGL എക്സാമിൽ വരുന്നത്. അപ്പം കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ നമ്മുടെ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ സെൻട്രൽ ഗവൺമെൻറ് റിക്രൂട്ട്മെൻറ്റ് ഏജൻസിയായ എസ് എസ് സിയുടെ CGL കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ ഗ്രാജുവേഷനുള്ള ഏതൊരാൾക്കും എഴുതാൻ പറ്റുന്ന ഒരു എക്സാമാണ്. ഏതെങ്കിലും ഒരു ഗ്രാജുവേഷൻ ഡിഗ്രി ഉണ്ടായാൽ മതി. ഒരു എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാതെ തന്നെ സെൻട്രൽ ഗവൺമെൻറ്റിൽ ഏറ്റവും ടോപ്പ് ഓർഗനൈസേഷൻ മിനിസ്ട്രീസിലൊക്കെ തന്നെ വരുന്ന ഏറ്റവും നല്ല പോസ്റ്റുകൾ നമ്മുടെ സിവിൽ സർവീസിന് തൊട്ട് താഴെ വരുന്ന പോസ്റ്റുകൾ തൊട്ടാണ് CGLന്റെ എക്സാമിൽ തുടങ്ങുന്നത് തന്നെ. അപ്പോൾ അവിടെ നിന്ന് താഴോട്ടുള്ള പോസ്റ്റിലാണ് നമുക്ക് വരുന്നത്. അപ്പോൾ CGLന്റെ എക്സാമിൽ ഏകദേശം 36-37 പോസ്റ്റുകൾ വരുന്നുണ്ട് പല ഡിപ്പാർട്ട്മെൻറ്റ്സിലായിട്ട്. അപ്പോൾ അതിൻ്റെയൊക്കെയുള്ള എക്സാമാണ് CGL എക്സാം വഴി നടത്തുന്നത്. എല്ലാ വർഷവും നമ്മുടെ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ നടത്തുന്നത്. അപ്പോൾ ഒരു എക്സ്പീരിയൻസും ഇല്ലാതെ ഒരു 70,000, 80,000, 90,000 റുപ്പീസ് സാലറി ഒക്കെ വരുന്ന ഇപ്പം അടുത്ത പേ കമ്മീഷൻ കൂടിയൊക്കെ വന്നു കഴിയുമ്പോഴത്തേന് അത്യാവശ്യം 1 lakh പ്ലസ് ആയിരിക്കും മിക്ക പോസ്റ്റിൻ്റെയും സാലറി. അപ്പോൾ അത്രയും നല്ല സാലറി വരുന്ന വളരെ പവർഫുൾ സോഷ്യൽ സ്റ്റാറ്റസ് ഒക്കെ വരുന്ന ജോലികളാണ് നമുക്കിവിടെ വരുന്നത്, യൂണിഫോമും നോൺ യൂണിഫോം അല്ലാത്ത. അപ്പോൾ അതിനെ വേണ്ടി പ്രിപ്പയർ ചെയ്ത് തുടങ്ങുന്ന ഇപ്പോൾ ഒരുപാട് പേര് കാണും. ഇവിടുത്തെ CGLന്റെ എക്സാം നോട്ടിഫിക്കേഷൻ വരുമ്പം അതെങ്ങനെയാണ് എന്നുള്ളതെന്ന് അറിയാൻ വേണ്ടി എഴുതി നോക്കാൻ എന്ന് പ്ലാൻ ചെയ്യുന്നവർ കാണും. പ്രിപ്പയർ ചെയ്ത് തുടങ്ങുന്നവർ ഒരുപാട് പേര് കാണും. അപ്പോൾ അവർക്കൊക്കെ വേണ്ടി എന്താണ് ഇതിൻ്റെ സിലബസ് എന്നുള്ളതൊന്ന് അറിഞ്ഞ് മനസ്സിലാക്കി വെച്ചുകൊണ്ട് നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങാം. ഈ വർഷത്തെ CGL എക്സാം ശരിയല്ല, നമുക്ക് സമയമില്ലെങ്കിൽ പോലും അതിൻ്റെ ബാക്കിലോട്ട് ഒരുപാട് എക്സാംസ് വരുന്നുണ്ട്. CGLന്റെ അതേ സെയിം സിലബസിൽ നടക്കുന്ന എക്സാംസ്, എന്നാൽ CGLന്റെ താഴോട്ട് വരുന്ന പോസ്റ്റിലേക്കുള്ള ക്ലർക്കൽ പോസ്റ്റിലേക്കുള്ള എക്സാംസ് ആണ് അത് വിളിക്കുന്നത്. അപ്പോൾ ആ ഒരു എക്സാംസ് ഒക്കെ തന്നെ നിങ്ങൾക്ക് ഈ CGLന്റെ സിലബസ് പ്രിപ്പയർ ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എഴുതാനും പറ്റും. അടുത്ത വർഷത്തേക്കുള്ള ലോങ് ടേം ഗോളായിട്ട് നിങ്ങളുടെ CGLന്റെ എക്സാമിന് നിങ്ങൾക്ക് കീപ്പ് ചെയ്യാനും പറ്റും. എസ്പെഷ്യലി ഇപ്പം പഠിച്ചു തുടങ്ങുന്നവർ ഇവിടെ എഴുതി നോക്കണം എന്ന് വിചാരിക്കുന്ന ആൾക്കാർക്ക് എന്ത് ചെയ്യാം, ഇതിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും പെട്ടെന്ന് നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റുന്ന ടോപ്പിക്സ് സീരിയസ് ആയി കവർ ചെയ്തിട്ട് ഇവിടുത്തെ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നിങ്ങൾക്ക് അതൊന്ന് അപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് ഈ വർഷത്തെ എക്സാംസ് ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്കാം. എങ്ങനെയാണ് ഈ എക്സാംസിനെ കുറിച്ച് ഒരു എക്സ്പോഷർ കിട്ടാൻ വേണ്ടി. നമ്മുടെ ഇവിടെ അറ്റംപ്റ്റിൻ്റെ എണ്ണം ഒന്നുമില്ല, നിങ്ങൾക്ക് എത്ര വട്ടം വേണമെങ്കിലും എഴുതാൻ പറ്റും നിങ്ങളുടെ ഏജ് ലിമിറ്റ് കഴിയുന്നവരെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അവിടെ ആ ഒരു ഏജ് ലിമിറ്റിൻ്റെ ഇഷ്യൂസ് ഒന്നും വരത്തില്ല. ഏജ് ലിമിറ്റ് 27 വയസ്സ്, 30 വയസ്സ്, 32 വയസ്സ് വരെ വരുന്ന പോസ്റ്റിൽ നമുക്ക് CGLന്റെ എക്സാമിൻ്റെ അകത്തുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ 18 വയസ്സിന് മുകളിലുള്ള ഏതൊരാൾക്ക് എക്സാം എഴുതാനും പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അവിടെ അറ്റംപ്റ്റിൻ്റെ അങ്ങനെ എണ്ണമോ ലിമിറ്റൊന്നും ഇല്ല, എത്ര വട്ടം വേണമെങ്കിലും എഴുതാം. സോ ഈ വട്ടത്തെ എക്സാംസിൻ്റെ സിലബസ് എന്താണെന്ന് മനസ്സിലാക്കിയാൽ കുറച്ച് ടോപ്പിക്സ് എങ്കിലും കവർ ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ എക്സാമിൻ്റെ ഒരു എക്സ്പോഷറിന് വേണ്ടി നിങ്ങൾക്ക് എക്സാംസ് അറ്റൻഡ് ചെയ്ത് നോക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഈ SSC യുടെ CGLന്റെ എക്സാം വരുന്നത് അല്ലെങ്കിൽ SSC യുടെ ബാക്കിയുള്ള എക്സാംസ് വരുന്നതായാലും അതൊക്കെ നമുക്ക് അറിയാൻ പറ്റുന്നത് നമ്മുടെ SSC യുടെ കലണ്ടറിൽ നിന്നാണ്, ആനുവൽ എക്സാമിനേഷൻ കലണ്ടറിൽ നിന്നാണ് നമുക്കത് അറിയാൻ പറ്റുന്നത്. നമ്മൾ ഒരുപാട് വട്ടം നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് CGLന്റെ എക്സാം നേരത്തെ വരാൻ സാധ്യതയുണ്ട്. ആൻഡ് പറഞ്ഞ പോലെ തന്നെ SSC CGLന്റെ എക്സാം ആണ് ഈ വർഷത്തെ ആദ്യത്തെ എക്സാം. കഴിഞ്ഞ വട്ടം സെപ്റ്റംബറിലായിരുന്നുകൊണ്ട് ഒരുപാട് പേരും അടുത്ത് ഈ സെപ്റ്റംബറിലായിരിക്കും എന്ന് വിചാരിച്ചാണ് ഇരുന്നത്. പക്ഷേ അങ്ങനെയല്ല, ഇവിടെ എക്സാം ഏറ്റവും ആദ്യം തന്നെ നടക്കുകയാണ്. നമ്മുടെ മാർച്ചിൽ നമുക്ക് നോട്ടിഫിക്കേഷൻ വരും. ഏപ്രിൽ വരെ അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് ഉണ്ട്. മെയ് തൊട്ട് ജൂണിൻ്റെ ഇടയ്ക്കായിരിക്കും എക്സാം വരാൻ പോകുന്നത്. ഓൾറെഡി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നവർ എക്സാം ജൂണിലായിരിക്കും എന്ന് വിചാരിക്കില്ല, മെയ് തന്നെ കാണും എന്ന് വിചാരിച്ചുകൊണ്ട് പ്രിപ്പയർ ചെയ്യും. ജൂണിലാവുകയാണെങ്കിൽ വളരെ നല്ലത്, കുറച്ചുകൂടി സമയം കിട്ടും. പക്ഷേ മെയ്യിൽ തന്നെ എക്സാം കാണാൻ സാധ്യത ഉണ്ടെന്നുള്ളത് നമുക്കറിയാം. അവിടെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും മെയ് ജൂലൈ. അപ്പോൾ 3 സ്ഥലത്ത് മെയ് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, 3 എക്സാം എനിക്ക് മെയ് ജൂണിൽ നടത്തണമെങ്കിൽ ആദ്യത്തെ എക്സാമിന് ഞാൻ മെയ് തന്നെ നടത്തണ്ടേ? എന്നാലല്ലേ മെയ് ജൂണിലായിട്ട് നമുക്ക് ഈ 3 എക്സാം തീർക്കാൻ പറ്റത്തുള്ളൂ, നടത്തുന്ന ഒരാളുടെ ഒരു ആംഗിളിൽ പറയുകയാണെങ്കിൽ. അപ്പം അങ്ങനെയാണെങ്കിൽ മെയ് തന്നെ എക്സാം കാണും എന്ന് വിചാരിച്ചു, ഇൻഫാക്ട് മെയ് ഫസ്റ്റ് വീക്ക് തന്നെ എക്സാം കാണും എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ പ്രിപ്പയർ ചെയ്യുക. ജൂണിലാണ് എക്സാം എങ്കിൽ വളരെ നല്ലത്, സമയം കിട്ടി, നമുക്കത് ആ സമയം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. പിന്നെ അത് കൂടാതെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ CGLന്റെ അതേ സെയിം സിലബസിൽ നടക്കുന്ന എക്സാമാണ് നമ്മുടെ ഈ SSC യുടെ സെലക്ഷൻ പോസ്റ്റ് എന്ന് പറയുന്ന എക്സാം. അതുപോലെ അതേ സെയിം സിലബസിൽ നടക്കുന്ന എക്സാമാണ് നമ്മുടെ SSC യുടെ CHSL കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ +2 ക്വാളിഫിക്കേഷൻ വരുന്നത്.
അതുപോലെ സെയിം സിലബസ് നടക്കുന്ന അടുത്ത എക്സാമാണ് നമ്മുടെ SSCയുടെ MTS മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ്. ഒറ്റ സിംഗിൾ എക്സാമേ ഉള്ളൂ, 10ാം ക്ലാസ് ക്വാളിഫിക്കേഷൻ അവിടെ വരുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ സെയിം സിലബസ് നടക്കുന്ന അടുത്ത 2 എക്സാമാണ് SSCയുടെ CPOയും SSCയുടെ GD. SSCയുടെ CPO എന്ന് പറയുന്നത് സെൻട്രൽ പോലീസ് ഓഫീസർ, സെൻട്രൽ പോലീസിൽ SI ആവാനൊക്കെ പറ്റുന്ന പോസ്റ്റാണ് എക്സാമാണ് അതെന്ന് പറയുന്നത്. അതിന് ഗ്രാജുവേഷൻ വേണം. അതിൽ നമ്മുടെ SSC എക്സാംസിൽ തന്നെ, ഇൻഫാക്ട് ഇന്ത്യയിൽ നടക്കുന്ന എക്സാംസിൽ തന്നെ ഏറ്റവും ഹ്യൂജ് വേക്കൻസിക്ക് വിളിക്കുന്ന എക്സാം എഴുതാൻ ചോദിച്ചാൽ ഒരു ഡൗട്ടും ഇല്ല, SSCയുടെ GD കോൺസ്റ്റബിൾ. അതാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ ഇന്ത്യയിലുള്ള 7 പാരാമിലിറ്ററി ഫോഴ്സസിലേക്കുള്ള കോൺസ്റ്റബിളുടെ റിക്രൂട്ട്മെന്റ് അത്. അപ്പോൾ അവിടെ നമുക്ക് വരുന്ന വേക്കൻസീസ് എന്ന് പറയുന്നത് എപ്പോഴും 30,000 to 60,000 വേക്കൻസിക്കാണ് വിളിക്കുന്നത്. 30,000 തൊട്ട് നമുക്ക് ഏകദേശം 60,000 വേക്കൻസിക്ക്. അപ്പോൾ ആ ഒരു എക്സാമും സെയിം സിലബസിലാണ് നൽകുന്നത്. പിന്നെ ഒറ്റ സിംഗിൾ എക്സാമേ ഉള്ളൂ. അതാണ് SSCയുടെ GDയുടെ പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒറ്റ സിലബസിൽ നിങ്ങൾക്ക് ഒരു എക്സാം അല്ല, ഒരുപാട് എക്സാംസിന് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമാണ് SSCയുടെ CGL എക്സാം എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ സിലബസ് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബാക്കിയുള്ള എക്സാംസിന് വേണ്ടി തന്നെ പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അപ്പോൾ എന്താണ് നമ്മുടെ ഈ ഒരു SSC CGLയുടെ സിലബസ് നമുക്കൊന്ന് മനസ്സിലാക്കാം. അപ്പോൾ SSCയുടെ എക്സാംസിലേക്ക് വരുമ്പോൾ, എസ്പെഷ്യലി നമ്മളിപ്പോൾ മാർക്ക് ചെയ്ത് 6 എക്സാം ഉണ്ട്. 6 എക്സാംസിലേക്ക് വരുമ്പോൾ നമുക്ക് അവിടെയൊക്കെ തന്നെ വരുന്ന സിലബസ് എന്ന് പറയുന്നത് 4 സബ്ജക്ട്സ് ആണ് വരുന്നത്. റീസണിങ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റ്യൂഡ്, ഇംഗ്ലീഷ്, ജനറൽ അവയർനെസ്. ഈ 4 ഏരിയ ആണ് നമുക്ക് വരുന്നത്. ഇതിൻ്റെ വെയിറ്റേജിൽ മാത്രമേ വ്യത്യാസം വരാറുള്ളൂ. ചില എക്സാംസിന് ചിലപ്പോൾ എല്ലാത്തിൽ നിന്ന് 20 ദിവസമായിരിക്കും. ഇപ്പോൾ SSCയുടെ MTS എടുത്തു കഴിഞ്ഞാൽ ആദ്യത്തെ 2 എണ്ണത്തിൽ നിന്ന് 20ഉം അടുത്ത 2 എണ്ണത്തിൽ നിന്ന് 25 ദിവസമാണ് വരുന്നത്. അങ്ങനെ ചെറിയ ചെറിയ വ്യത്യാസം. ഇപ്പോൾ SSCയുടെ GD എടുത്ത എല്ലാ 20 ദിവസത്തിന് വെച്ചാൽ വരുന്നത്. SSCയുടെ CPO എടുത്ത എല്ലാത്തിൽ നിന്ന് 50 ദിവസം വെച്ചാൽ വരുന്നത്. CGL, CHSL, സെലക്ഷൻ പോസ്റ്റ് എടുത്ത എല്ലാത്തിൽ നിന്ന് 25 ദിവസം വെച്ചാൽ വരുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ സിലബസിൽ ഒരു വ്യത്യാസവും ഇല്ല, ടോപ്പിക്സിലും വ്യത്യാസമൊന്നും ഇല്ല. ക്വസ്റ്റിൻ്റെ എണ്ണത്തിൽ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. പിന്നെ ക്വസ്റ്റിൻ്റെ ലെവലിൽ ഓരോരോ എക്സാം അനുസരിച്ച് അതിൻ്റെ ക്വസ്റ്റിൻ്റെ ലെവലിൽ ചെറിയൊരു വ്യത്യാസം വരും. ബട്ട് അൾട്ടിമേറ്റ്ലി എല്ലാത്തിൻ്റെയും സിലബസ് എന്ത് തന്നെയാണ്, സെയിം തന്നെയാണ്. അതാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഒറ്റ സിലബസ് നമുക്ക് ഒരു എക്സാം അല്ല, ഒരുപാട് എക്സാംസ് എഴുതാൻ പറ്റുന്നുണ്ട്. അപ്പം നമുക്ക് ഒരു എക്സാം എന്തെങ്കിലും കാണുകൊണ്ടൊന്നും ശരിയായില്ലെങ്കിൽ പോലും തൊട്ട് പുറകെ അതേ എക്സാമിന് വേണ്ടി അടുത്ത വർഷം വരെ വെയിറ്റ് ചെയ്യേണ്ടി വരുന്നുണ്ടെങ്കിൽ പോലും അതിൻ്റെ തൊട്ട് പുറകെ അതിൻ്റെ തൊട്ടടി വരുന്ന പോസ്റ്റുകൾക്കുള്ള എക്സാം തൊട്ടടുത്ത മാസം വരുന്നുണ്ട്. നമുക്ക് എന്താ പറയുക, ഈ സിവിൽ സർവീസ് പോലെ ഇപ്പോൾ ഒരു വട്ടം സിവിൽ സർവീസിന് വേണ്ടി പ്രിപ്പയർ ചെയ്തു, അത് ശരിയല്ലെങ്കിൽ അടുത്ത വർഷം പിന്നെ ആ ഒരു എക്സാം വരുന്നവരെ വെയിറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യം ഇവിടെ വരുന്നില്ല. നമുക്ക് അതേ സെയിം സിലബസ് നടക്കുന്ന എക്സാംസ് ബാക്കി പിന്നെയും വരുന്നുണ്ട്. നമ്മൾ ഈ വിചാരിക്കുന്ന അതേ പോസ്റ്റ് ചിലപ്പോൾ അടുത്ത വർഷമേ വരത്തുള്ളൂ. പക്ഷെ നമുക്ക് ഈ ബാക്കിയുള്ള എക്സാം ക്ലിയർ ചെയ്തുകൊണ്ട് അടുത്ത വർഷം അത് വരുമ്പോൾ വീണ്ടും എഴുതാം. കുറച്ചുകൂടി സേഫ് ആയിട്ടും സെക്യൂർ ആയിട്ടും ഒരു ഗവൺമെന്റ് ജോബ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എക്സാംസ് എഴുതാൻ പറ്റും. സോ ആ ഒരു ആംഗിൾ മൈൻഡ് സെറ്റ് കീപ്പ് ചെയ്യുക ഈ ഒരു പ്രിപ്പറേഷൻ്റെ സമയത്ത്. ഇനി നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഈ ഒരു 6 എക്സാംസ് നമുക്ക് ഒരേ സിലബസിൽ തന്നെ കൊണ്ടുപോകാൻ പറ്റും. CGL, CHSL, MTS, CPO, GD ആൻഡ് സെലക്ഷൻ പോസ്റ്റ്. ഈ 6 എക്സാംസ്. ഇനി എന്താണ് സിലബസ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അതിൽ ആദ്യം തന്നെ നമ്മുടെ പറഞ്ഞ പോലെ CGLൻ്റെ എക്സാമിൻ്റെ പാറ്റേൺ, നമ്മൾ CGLനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ CGL എക്സാമിൻ്റെ പാറ്റേണിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ 4 സബ്ജക്റ്റിൽ നിന്നും 25 ക്വസ്റ്റ്യൻസ് വെച്ചാണ് വരുന്നത്. ഓരോ ക്വസ്റ്റിനും ക്യാരി ചെയ്യുന്ന 2 മാർക്ക് വെച്ചാൽ. സോ അതുകൊണ്ട് തന്നെ നമുക്ക് 25 ക്വസ്റ്റ്യൻ വെച്ച് ആണെങ്കിൽ എല്ലാത്തിൽ നിന്നും 50 മാർക്ക് വെച്ച് വരും. ഇപ്പോൾ 100 ക്വസ്റ്റിനും 200 മാർക്കും ആയിരിക്കും. 1 മണിക്കൂറാണ് നമുക്ക് കിട്ടുന്ന സമയം എന്ന് പറയുന്നത്. നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. ശരിയായി കഴിഞ്ഞാൽ നമുക്ക് 2 മാർക്ക് കിട്ടും. പക്ഷെ തെറ്റിക്കഴിഞ്ഞാൽ നമുക്ക് 0.5 ആണ് നെഗറ്റീവ് വരുന്നത്. നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഇനി എന്തൊക്കെയാണ് നമ്മുടെ സബ്ജക്ട്സ് എന്നുള്ളത് നമുക്കൊന്ന് മനസ്സിലാക്കാം. ഇതാണ് നിങ്ങളുടെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റ്യൂഡിൻ്റെ സിലബസ് എന്ന് പറയുന്നത്. നമ്മുടെ നോട്ടിഫിക്കേഷൻ എടുത്തു പോയി കഴിഞ്ഞാൽ ഒരു വളരെ വലിയ പാരഗ്രാഫ് പോലെ കൊടുത്തേക്കുന്നത്. അപ്പോൾ അതിനെ നിങ്ങൾക്ക് പ്രിപ്പറേഷനുള്ള എളുപ്പത്തിന് വേണ്ടിയാണ് അതിൻ്റെ പ്രിപ്പയർ ചെയ്യേണ്ട ഒരു ഓർഡർ കൂടി വെച്ചുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതിനെ ഇങ്ങനെ ഒന്ന് ലിസ്റ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് പഠിച്ചു തുടങ്ങുന്നവർ, ഇതൊക്കെ ആദ്യമായിട്ട് കാണുന്നവർ ഉറപ്പായിട്ടും സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. നിങ്ങൾക്കത് ഫ്യൂച്ചറിൽ ഉറപ്പായിട്ട് യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്ത് പോകുമ്പോൾ ഓരോ സബ്ജക്ട്സ് ആയിട്ട് തീർത്ത് നിങ്ങൾക്ക് പോവാം. ഇൻഫാക്ട് ഈ ഒരു ഓർഡർ കീപ്പ് ചെയ്ത് അത്രയും നല്ലതോടെയായിരിക്കും നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഇതാണ് നമ്മുടെ മാത്സിൻ്റെ സിലബസ്. നിങ്ങൾക്ക് ആ ടോപ്പിക്സ് വായിച്ചു പോകുമ്പോൾ തന്നെ മനസ്സിലാവും. സിംപ്ലിഫിക്കേഷൻ, നമ്പർ സിസ്റ്റം, ആവറേജ്, പെർസെൻറ്റേജ്, റേഷ്യോ, പ്രോഫിറ്റ് ആൻഡ് ലോസ്, ടൈം ആൻഡ് വർക്ക്, സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട്സ്, ട്രെയിൻ, ബോട്ട്. ഇപ്പോൾ നമ്മൾ പണ്ട് സ്കൂളിൽ 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ള ടോപ്പിക്സ് ഇതൊക്കെ തന്നെ. പിന്നെ നമുക്ക് ഇവിടെ ഓൾജിബ്ര, ട്രിഗ്നോമെട്രി, മെൻസുറേഷൻ, ജോമെട്രി, ഇതൊക്കെ നമ്മൾ അഗെയിൻ സ്കൂളിൽ നമ്മൾ പഠിച്ചിട്ടുള്ള ടോപ്പിക്സ് ആണ്. പക്ഷേ നമുക്കിവിടെ ഡിഫറൻസിയേഷനോ ഇൻറ്റിഗ്രേഷനോ മാട്രിക്സോ സെറ്റോ അങ്ങനെയുള്ള ടോപ്പിക്സ് ഒന്നും തന്നെ ഇവിടെ വരുന്നില്ല. ഈ ഒരു സെയിം ടോപ്പിക് ലിസ്റ്റ് ആണ് നമുക്ക് എവിടെ വരുന്നത്, ബാക്കിയുള്ള എക്സാംസിനും വരുന്നത്. പിന്നെ ബാക്കിയുള്ള എക്സാംസിൽ കിട്ടുന്ന വേറൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. ഇപ്പോൾ SSCയുടെ MTS, SSCയുടെ GD ഒക്കെ വരുമ്പം നമുക്ക് ഈ ഓൾജിബ്രയോ ട്രിഗ്നോമെട്രിയോ ജോമെട്രിയോ ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ അഡ്വാൻറ്റേജ് കൂടി ഉണ്ട് നമുക്കവിടെ. അപ്പം ഈ സിലബസ് തന്നെ പഠിക്കുക. വേറെ ഇത് ചില സിമ്പിൾ എക്സാം ഒക്കെ വരുമ്പോൾ 10ാം ക്ലാസ് ലെവൽ ഓഫ് എക്സാംസ് ഒക്കെ വരുമ്പോൾ ചില ടോപ്പിക് പഠിക്കുകയും വേണ്ട. അപ്പോൾ നമുക്ക് ആ ടോപ്പിക്സിനെ മാറ്റി വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, മോക്ക് ടെസ്റ്റുകൾ ചെയ്ത് നമുക്ക് പ്രാക്ടീസ് ചെയ്ത് അങ്ങ് പോകാൻ പറ്റും. അപ്പോൾ ഇതേപോലെ തന്നെ നമ്മുടെ റീസണിങ്ങിൻ്റെ സിലബസ് ആണ് നിങ്ങൾ ഈ കാണുന്നത്. ഇതും സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. പ്രിപ്പയർ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നവരെ ഡെഫിനറ്റ്ലി സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആയിരിക്കും. ഫ്യൂച്ചറിൽ ഓരോരോ ടോപ്പിക്കായിട്ട് കംപ്ലീറ്റ് ചെയ്ത് പോകാൻ പറ്റും. റീസണിങ്ങിൻ്റെ സിലബസ്. അതുപോലെ തന്നെ ഇതാണ് നമ്മുടെ ഇംഗ്ലീഷിലേക്ക് വരുമ്പോൾ ഇംഗ്ലീഷിൻ്റെ സിലബസ്. ഇംഗ്ലീഷിലേക്ക് വരുമ്പോൾ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇംഗ്ലീഷിലെ ഗ്രാമർ ടോപ്പിക്സിന്
ആദ്യം ഒന്ന് കംപ്ലീറ്റ് ചെയ്യണം. ഇപ്പം നമുക്ക് അറിയാം ആർട്ടിക്കിൾ, നൗണ്, പ്രൊനൗണ്, അഡ്വർബ് അങ്ങനെയൊക്കെയുള്ള ടോപ്പിക്സ് ഉണ്ട്. അതെല്ലാം ആദ്യം ഒന്ന് കംപ്ലീറ്റ് ചെയ്യണം. എന്നിട്ടാണ് പിന്നെ ഇതിലേക്ക് വരേണ്ടത്. ബിക്കോസ് ഇവിടെ എക്സാമിൽ ചോദിക്കുന്ന ആ ഒരു ക്വസ്റ്റ്യൻസിന്റെ രീതിയിലാണ് ടോപ്പിക്കിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഒരിക്കലും ഗ്രാമറിന്റെ ആ ചാപ്റ്റേഴ്സിന് നമ്മളവിടെ പ്ലേസ് ചെയ്തിട്ടില്ല. അപ്പൊ ആദ്യം അത് തീർത്തിട്ടായിരിക്കണം ഇതിലേക്ക് വരേണ്ടത്. ഇതും സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക ഫ്യൂച്ചർ പ്രിപ്പറേഷന് വേണ്ടി. ആൻഡ് ഫൈനലി നമ്മുടെ ജനറൽ അവയർനെസ്, കറണ്ട് അഫയേഴ്സ്, നമ്മുടെ സയൻസ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, പൊളിറ്റി, ജോഗ്രഫി, എക്കണോമിക്സ്, സ്ട്രാറ്റജിക്ക്, ഹിസ്റ്ററി, ആർട്സ് ആൻഡ് കൾച്ചർ, ഇങ്ങനെയൊക്കെയുള്ള ടോപ്പിക്സ് ആണ് ഇവിടെ വരുന്നത്. ഇത് ഒരു വളരെ വാസ്റ്റ് ആയിട്ടുള്ള ഏരിയ ആണ് എന്ന് തന്നെ പറയാം. ഈ 4 സബ്ജക്ട്സ് ഇതാണ് നമുക്ക് ഈ എക്സാം പോയിന്റ് ഓഫ് വ്യൂയിലേക്ക് വരുമ്പോൾ നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ട സബ്ജക്ട്സ് എന്ന് പറയുന്നത്. ആൻഡ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരിക്കലും ഇത്രയും സിലബസിനെ നമുക്ക് 2 മാസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് ഈ മെയ് വരുന്ന സീസണിൻ്റെ എക്സാം എഴുതാമെന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. പക്ഷെ നിങ്ങൾക്ക് എന്ത് ഫോക്കസ് ചെയ്യാം? നമ്മുടെ CSS, അതുപോലെ MTSൻ്റെ എക്സാം ഒക്കെ ഒക്ടോബറിലേ കാണത്തുള്ളൂ. CSൻ്റെ എക്സാം ഒക്കെ ആണെങ്കിൽ അത് മിക്കവാറും നമുക്കൊരു ജൂലൈ, ഓഗസ്റ്റ് ആ സമയത്തേ കാണത്തുള്ളൂ. അപ്പം നിങ്ങൾക്ക് അതിനൊക്കെ വേണ്ടി എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ട്രൈ ചെയ്യാം, പ്രിപ്പയർ ചെയ്യാം, കുറച്ചുകൂടി സമയമുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ SSCയുടെ CPO, യൂണിഫോം പോസ്റ്റൊക്കെ ഇൻട്രസ്റ്റ് ഉള്ളവരൊക്കെ ആണെങ്കിൽ SSCയുടെ CPO, സെൻട്രൽ പോലീസ് ഓഫീസർ, അതുപോലെ SSCയുടെ GD കോൺസ്റ്റബിൾ, ഇങ്ങനത്തെ എക്സാംസിന് വേണ്ടി ഫോക്കസ് ചെയ്യാം. അതൊക്കെ ഈ വർഷം അവസാനമേ ഉള്ളൂ. ഇൻഫാക്ട് ആ GD കോൺസ്റ്റബിളൊക്കെ ജനുവരി, ഫെബ്രുവരിയിലേ ഉള്ളൂ 2027. സോ അത്യാവശ്യം നല്ല സമയമുണ്ട്. നിങ്ങൾക്ക് അതൊക്കെ പ്രിപ്പയർ ചെയ്യാൻ ഇഷ്ടമുള്ള സമയം കിട്ടുന്നുണ്ട്. സോ നല്ലപോലെ പ്രിപ്പയർ ചെയ്യുക, എത്രയും പെട്ടെന്ന് പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക. എസ്പെഷ്യലി കോളേജിൻ്റെ ഫൈനൽ ഇയറിലൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ ഈ വർഷത്തെ CGL എക്സാം ജസ്റ്റ് അറ്റൻഡ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾക്ക് അവർ ആ ഒരു നോട്ടിഫിക്കേഷൻ പറയുന്ന ഒരു ഡേറ്റ് ഉണ്ട്. ആ ഡേറ്റിന് മുമ്പ് നിങ്ങളുടെ ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റുവാണെങ്കിൽ അപ്ലൈ ചെയ്ത് നോക്കുക. എക്സാംസ് ഒന്ന് എഴുതി നോക്കുക. അതിൻ്റെ ഒരു എക്സ്പോഷർ കിട്ടുന്നത് നല്ലതാണ്. അത് വെച്ചുകൊണ്ട് ബാക്കിയുള്ള എക്സാംസിന് വേണ്ടിയും അടുത്ത വർഷം വരുന്ന CGL എക്സാമിന് വേണ്ടിയും നല്ലപോലെ ഇപ്പോഴേ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക. ഇനി നമ്മൾ നേരത്തെ ചെയ്തു തുടങ്ങുന്നത് വളരെ ഇമ്പോർട്ടൻറ്റ്. ബിക്കോസ് ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം പലരും CGL എക്സാമിനെ കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞിട്ട് ഇപ്പം പ്രിപ്പയർ ചെയ്യാൻ ഇനി സമയമില്ലല്ലോ, ഈ വർഷം മിസ്സായല്ലോ എന്ന് ഒരു ഫീലിംഗ് വരും. പക്ഷേ ഇത് നമ്മൾ ഇതൊരു 8 മാസം 6 മാസം മുമ്പോട്ടേ പറയുന്നുണ്ട് ഈ CGLൻ്റെ എക്സാമിനെ കുറിച്ച്. അന്നേ ഇത് കേട്ട് പഠിച്ചു തുടങ്ങി ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർക്ക് ഇപ്പം വരുന്ന എക്സാംസ് നല്ലപോലെ എഴുതാൻ പറ്റും. അവർക്ക് ഇനി അടുത്ത വർഷം വരെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ വർഷം എഴുതിയ ഒരു പോസ്റ്റ് കിട്ടിയാലും അടുത്ത വർഷം വീണ്ടും അത് എഴുതി അതിനേക്കാളും നല്ല പോസ്റ്റിലേക്ക് എഴുതിയെടുക്കുന്ന ആൾക്കാരും ഉണ്ട്. ഇപ്പം ടാക്സ് അസിസ്റ്റന്റ് കിട്ടി, ചിലർ അത് അടുത്ത വട്ടം വീണ്ടും എഴുതും. എനിക്ക് പ്രിവെൻറ്റീവ് ഓഫീസർ തന്നെ വേണം, കസ്റ്റംസ് ഓഫീസർ തന്നെ വേണം, ഇൻകം ടാക്സ് ഓഫീസർ തന്നെ വേണം എന്ന് മൈൻഡ് സെറ്റ് ഉള്ള ആൾക്കാരുണ്ട്. അപ്പോൾ നിങ്ങളും ജസ്റ്റ് ഒരു CGL എക്സാം എന്നുള്ളതൊന്നും മാറ്റി വെച്ചുകൊണ്ട് ഒരു പോസ്റ്റ് പ്ലാൻ ചെയ്യുക. ആ 36-37 പോസ്റ്റ് ഉണ്ട്. അതിൽ ഒരു പോസ്റ്റ് ടാർഗറ്റ് ചെയ്ത് പ്രിപ്പയർ ചെയ്യുക. അത് നിങ്ങളെ ആ പോസ്റ്റിലേക്ക് കൂടുതൽ എത്തിക്കാൻ ഹെൽപ്പ് ചെയ്യും നിങ്ങൾക്ക്. അപ്പോൾ നിങ്ങളുടെ പ്രിപ്പറേഷൻ എത്രയും പെട്ടെന്ന് തുടങ്ങുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ നിങ്ങൾക്ക് സിലബസ് ഒക്കെ ഇപ്പോൾ അറിയാം. സോ ഏറ്റവും നല്ലപോലെ പഠിച്ചു തുടങ്ങുക. നിങ്ങൾ ആദ്യമായിട്ട് പഠിക്കുന്നവരാണെങ്കിൽ എൻട്രിയിൽ നിങ്ങൾക്ക് SSC CGLന് വേണ്ടി SSC എക്സാംസിന് വേണ്ടിയൊക്കെ ബാച്ചസും ഉണ്ട്. അപ്പോൾ ഇപ്പം ജോയിൻ ചെയ്യുന്നവർക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം എന്താണെന്ന് പറഞ്ഞാൽ 2 വർഷത്തെ വാലിഡിറ്റി ഉണ്ട്. ഇപ്പോൾ 2 വർഷത്തെ വാലിഡിറ്റിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ, ഈ ഇവിടുത്തെ CGL എക്സാം നിങ്ങൾക്ക് നല്ലപോലെ എഴുതാൻ പറ്റത്തില്ല, എന്നിട്ട് സമയമില്ല. പക്ഷെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇപ്പം പഠിച്ചു തുടങ്ങാം. ഈ വർഷം വരുന്ന ബാക്കിയുള്ള എക്സാംസ് ഒരു 4 മാസം കഴിഞ്ഞ് വരുന്ന CGLനേക്കാൾ എളുപ്പമുള്ള കുറച്ചുകൂടി CGLൻ്റെ അടിയിൽ നിൽക്കുന്ന പോസ്റ്റിൽ വരുന്ന എക്സാംസിന് വേണ്ടി ഈ വർഷം നിങ്ങൾക്ക് ആ എക്സാംസ് എഴുതാം. എന്നാൽ നിങ്ങൾ പഠിക്കുന്ന എന്ത് സിലബസ് തന്നെ ആയിരിക്കും, SSCയുടെ CGLൻ്റെ സിലബസ് തന്നെ ആയിരിക്കും പഠിക്കുന്നത്. എന്നിട്ട് നിങ്ങൾക്ക് വാലിഡിറ്റി തീർന്നു പോകാതെ, സാധാരണ ഓൺലൈൻ ക്ലാസ്സിൻ്റെ ഒക്കെ വാലിഡിറ്റി 1 ഇയർ വരുന്നെങ്കിൽ ഇത് വാലിഡിറ്റി തീർന്നു പോകാതെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അടുത്ത വർഷം വീണ്ടും ഈ CGL എക്സാംസ് ഒക്കെ വരുമ്പോൾ നിങ്ങൾക്ക് ഇതേ വാലിഡിറ്റി ചെയ്യുന്നതുകൊണ്ട് പുതിയൊരു കോഴ്സോ പുതിയൊരു പർച്ചേസിലേക്ക് ഒന്നും പോകാതെ നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ്സിൽ നിന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ എക്സാംസിന് വേണ്ടിയും പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അപ്പം നിങ്ങൾക്കതൊരു ജസ്റ്റ് ക്ലാസ്സസ് മാത്രമല്ല വരുന്നത്, ഒരു കംപ്ലീറ്റ് പാക്കേജ് ആണ് വരുന്നത്. കംപ്ലീറ്റ് പാക്കേജ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഓൺലൈൻ ക്ലാസ്സസ് ആണ് വരുന്നത്. ഓൺലൈൻ ക്ലാസ്സസിൽ റെക്കോർഡ് ക്ലാസ്സസ് ഉണ്ട്. അത് നിങ്ങൾക്ക് ഓരോ ഡേ ഷെഡ്യൂളുണ്ട്. ആ ഷെഡ്യൂൾ അനുസരിച്ച് നിങ്ങൾക്ക് 2-3 ക്ലാസ്സസ് ആയിരിക്കും വരുന്നത്. അത് നിങ്ങൾക്ക് നിങ്ങളുടെ സമയം അനുസരിച്ച് കണ്ടു തീർക്കാം. അതുകൂടാതെ ലൈവ് ക്ലാസ്സസ് ഉണ്ട്. അത് നിങ്ങളുടെ ഡേ ടൈം ആക്ടിവിറ്റീസ് ഒന്നും എഫക്റ്റ് ചെയ്യാതെ ഈവനിങ് ടൈം 7 മണിക്ക് ശേഷമാണ് ലൈവ് ക്ലാസ്സസ് പോകുന്നത്. സോ നിങ്ങൾക്ക് അത് അറ്റൻഡ് ചെയ്യാൻ എളുപ്പമായിരിക്കും. അതേപോലെ തന്നെ നിങ്ങൾക്ക് അവിടെ മെൻറ്റേഴ്സിൻ്റെ സപ്പോർട്ട്, ഡൗട്ട് ക്ലിയറൻസ് സെഷൻസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ്റെ ഡിസ്കഷൻസ്, കോർ ടോപ്പിക്കിൻ്റെ ഡിസ്കഷൻസ്, എന്താ പറയുക മോക്ക് ടെസ്റ്റുകൾ, ക്വിസുകൾ, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് അവിടെ കിട്ടുന്നുണ്ട്. പിന്നെ ബുക്കുകൾ, മെൻറ്റേഴ്സിൻ്റെ സപ്പോർട്ട്, പിന്നെ ആപ്പിൽ എയുടെ സപ്പോർട്ട്. ഇപ്പോൾ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങളുടെ വീക്കായിട്ടുള്ള ഏരിയ കറക്റ്റായിട്ട് മനസ്സിലാക്കി നിങ്ങൾക്കത് പ്രിപ്പയർ ചെയ്യാൻ ഒക്കെ നിങ്ങളത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഒരു കംപ്ലീറ്റ് പാക്കേജാണ്. അപ്പോൾ നിങ്ങൾക്കത് വേറെ ഒരു കാര്യങ്ങൾക്ക് വേണ്ടി വേറെ എങ്ങോട്ടും പോകേണ്ട ആവശ്യം വരത്തില്ല. അപ്പോൾ നല്ലപോലെ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ആൻഡ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഞാൻ നേരത്തെ പറഞ്ഞ എടുത്ത് പറയേണ്ട ഒരു കാര്യം 2 വർഷത്തെ വാലിഡിറ്റി ആണ്. സോ ആ ഒരു ഓപ്പർച്യൂണിറ്റി മിസ് ചെയ്ത്, അത് ഇപ്പോഴത്തേക്ക് മാത്രമുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ അത് മിസ് ചെയ്യരുത്. ആ ഒരു ഓപ്പർച്യൂണിറ്റി കഴിഞ്ഞാൽ പിന്നെ ആ ഒരു യൂഷ്വൽ നമ്മുടെ 1 ഇയർ എന്നൊരു ആംഗിളിലേക്ക് പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം പ്രിപ്പയർ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നവർ എത്രയും പെട്ടെന്ന് തന്നെ പഠിച്ചു തുടങ്ങുക. എസ്പെഷ്യലി കോളേജിലെ ഫൈനൽ ഇയറിലൊക്കെ ഉള്ളവരാണെങ്കിൽ അവർക്കൊക്കെ ഈ കാര്യങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്ക് ഇങ്ങനെയൊക്കെയുള്ള നല്ല കരിയർ പാത്ത് അവരുടെ മുമ്പിലുണ്ട് എന്നുള്ളത് നിങ്ങൾ പറഞ്ഞു കൊടുക്കുക, കാണിച്ചു കൊടുക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. കൂടുതൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എൻട്രിയുടെ അക്കാഡമിക് കൗൺസിലേഴ്സുമായിട്ട് ഡിസ്കസ് ചെയ്ത് ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ബാച്ചസിലേക്ക് ജോയിൻ ചെയ്ത് പ്രിപ്പയർ ചെയ്യാം. നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന SSC മാത്രമല്ല, ഇതേ സിലബസ്
പഠിക്കുമ്പോൾ എഴുതാൻ പറ്റുന്ന വേറെയും പല എക്സാംസ് ഉണ്ട്. അപ്പോൾ ആ എക്സാംസിനെ കുറിച്ചും ചോദിച്ച് മനസ്സിലാക്കാം. നിങ്ങളുടെ ആ പഠിച്ച ഡിഗ്രി വെച്ചുകൊണ്ട് എന്തൊക്കെ എക്സാംസ് എഴുതാൻ പറ്റും എന്നുള്ളത്. സോ കൂടുതൽ എന്തറിയാനും നിങ്ങൾക്ക് 7736122215 എന്ന് പറയുന്ന ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾ കൂടുതൽ ചോദിച്ച് മനസ്സിലാക്കി നിങ്ങൾക്ക് അതിലേക്ക് നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങാം. പിന്നെ ചാനലും ഫോളോ ചെയ്യുക. നിങ്ങൾ ഇതിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നമ്മൾ അതിൻ്റെ അപ്ഡേറ്റ്സ് ഒക്കെ തന്നെ ഇവിടെ ഈ ചാനൽ വഴിയായിരിക്കും തരാൻ പോകുന്നത്. സോ അതും ചാനലും ഫോളോ ചെയ്യുക, ഒരു ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ്സും മിസ്സാവാതിരിക്കാൻ. അപ്പോൾ നമുക്ക് ഫ്യൂച്ചറിൽ വരുന്ന അപ്ഡേറ്റ്സും നോട്ടിഫിക്കേഷൻസും പ്രീവിയസ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻസും ഒക്കെ ആയിട്ട് നമുക്ക് ഇവിടെ വീണ്ടും മീറ്റ് ചെയ്യാം. താങ്ക് യു.